ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2196. ഇന്ന് ജനുവരി മാസം 4-ാം തീയതി. ഈ ആണ്ടിലെ ആദ്യത്തെ ഞായർ ദിനമാണ്. എൽദോ പെരുന്നാളിന് ശേഷം, അതെ, ക്രിസ്തുമസിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. സമൃദ്ധമായ സമ്പന്നമായ ഒരു നല്ല ക്രിസ്തു അനുഭവത്തെ കൂട്ടുപിടിച്ച നമ്മൾ അങ്ങനെയാണ് ധൈര്യത്തോടെ, കുറച്ചുകൂടി ആത്മബലത്തോടും പ്രത്യാശയോടും കൂടി പുതുവർഷത്തിലേക്ക് എത്തിച്ചേർന്നത്. 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വല്ലാതെ ദുർബലമായിട്ടുണ്ടോ? പഴയതിൽ നമ്മൾ കുറച്ചും കൂടി അഴിഞ്ഞുപോയോ? അതോ വല്ലാതെ ഭാരം കൊണ്ടും ആകുലത കൊണ്ടും മുറുകിപ്പോയോ? എല്ലാം ഒന്ന് നന്നായി തുടങ്ങണമെന്നുള്ള ആഗ്രഹമൊക്കെ എവിടെയോ പോയി മറിഞ്ഞു. സുറിയാനി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിക്കുന്ന ഇന്ന് ഞായറാഴ്ചയുടെ വേദഭാഗം വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്. ഇപ്പോഴും ആ നീതിമാനായ അപ്പൻ ഭൂമിയിലെ ദൈവത്തിന്റെ വളർത്തപ്പൻ ദൈവവുമായിട്ട് എന്തൊരു സമ്പർക്കത്തിലാണ്, അടുപ്പത്തിലാണ്. എങ്ങനെയാണ് ഒരു ദൈവബന്ധം ഇങ്ങനെ മുറിഞ്ഞു പോകാതെ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റുക? യൗസേപ്പിനെ കുറിച്ചാണ്. ശരിക്കും വിസ്മയത്തോടെയാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ വിസ്മയത്തിനും അപ്പുറത്ത് അസൂയാണ്. വളരെ പോസിറ്റീവായ ഒരു അസൂയ. ഒന്നും മിണ്ടാതെ, ദൈവത്തോട് മറുതലിക്കാതെ, മനുഷ്യരെ വെറുക്കാതെ, ഉപേക്ഷിക്കാതെ, എങ്ങനെയാണ് ഈ മനുഷ്യന് ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുക? വെറുതെയാണോ പുതിയ നിയമവും സുവിശേഷവുമൊക്കെ യൗസേപ്പിനെ നീതിമാനെന്ന് വിളിക്കുന്നത്? കർത്താവിന്റെ ദൂതൻ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ദൂതൻ വരാൻ പാകത്തിന്, ഇങ്ങനെയൊക്കെ ആഴത്തിൽ സ്വപ്നം കാണാൻ പാകത്തിന് എങ്ങനെയാണ് ഈ മനുഷ്യന് ഉറങ്ങാൻ പറ്റുക? ഒരു കൈ നിറയെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യർ കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഫോൺ കൊണ്ട് രാത്രിയെ പോലും നല്ല പകലാക്കി മാറ്റുകയും ചെയ്യുന്ന നമ്മളുടെ വർത്തമാനകാല ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം തന്നെയാണ് യോസേഫ്. ദൈവവുമായിട്ടുള്ള നമ്മളുടെ സമ്പർക്കവും ഒരു പുതുവർഷത്തിന്റെ 4-ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിട്ടുണ്ടെന്ന് ഒന്ന് മാറി ചിന്തിക്കണേ. ഇങ്ങനെയൊരു കണക്കെടുപ്പ് ഒരിക്കലും ഡിസംബർ മാസം 30-ാം തീയതിയോ 31-ാം തീയതിയോ മാത്രം നടത്തേണ്ടത് അല്ല എന്നും ഈ 4-ാം തീയതി ഒരു തിരിച്ചറിവിലേക്ക് എത്തിയാൽ നല്ലതാണ്. അതെ, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.